ഇപ്പോൾ നിങ്ങളൊക്കെ നിൽക്കുന്ന ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ള വിഷയമാണ്. മറ്റു സംസ്ഥാനങ്ങൾ ദില്ലിക്ക് അർഹതപ്പെട്ട വെള്ളം കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ വെള്ളം തടഞ്ഞു നിർത്തുന്നു എന്നാണ് ദില്ലി പറയുന്ന ഒരു ആക്ഷേപം. ഒപ്പം അവിടെ നിരാഹാര സമരം ഇരുന്ന മന്ത്രി അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ദില്ലിയിലെ ജലക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? മനു, ദില്ലിയിൽ ഈ കൊടും ചൂടിന് പിന്നാലെ ഈ ജലക്ഷാമം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. ഇത് ദില്ലിയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയമായി പരസ്പരം പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ ദില്ലി ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെർലേന നിരാഹാര സമരം ആരംഭിച്ചത്. അവർ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും കേന്ദ്ര സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ താൻ നിരാഹാരം ഇരിക്കുമെന്ന് അവർ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ കേന്ദ്ര സഹായവും ഇത്തരത്തിൽ ദില്ലി സർക്കാരിന് ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെർലേന പിന്നീട് നിരാഹാര സമരം ആരംഭിച്ചത്. ഏകദേശം 3 ദിവസമായി അവർ നിരാഹാര സമരത്തിലായിരുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായി എന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദില്ലിയിലെ LNJP ആശുപത്രിയിലെ ICUയിലേക്കാണ് അവരെ മാറ്റിയത്. അവരുടെ ഷുഗർ ലെവൽ 36 താഴ്ന്നതോടെയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും അതോടൊപ്പം തന്നെ പ്രധാനമായും ആം ആദ്മി പാർട്ടിയും ദില്ലി സർക്കാരും അയൽ സംസ്ഥാനങ്ങളായ അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശും, ഈ 2 സംസ്ഥാനങ്ങൾ വെള്ളം നൽകിയാൽ മാത്രമേ ദില്ലിയിലേക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. അതിൽ ഹിമാചൽ പ്രദേശ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഹരിയാന സർക്കാർ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദുർബലപ്പെടുന്നു എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണിത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമൊക്കെ പോലീസ് സേനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ദില്ലിക്ക് മറ്റ് സംസ്ഥാനങ്ങൾ വെള്ളം കൊടുക്കാതിരിക്കുകയാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുനയ നീക്കങ്ങൾ ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഒരു വശത്ത് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന മറ്റൊരു ഗൗരവതരമായ സാഹചര്യമുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. തീർച്ചയായും മനു, ഇത് കേന്ദ്രം കുട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഹരിയാന ഭരിക്കുന്നത് BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്രത്തിന് പങ്കുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. BJP ഭരിക്കുന്ന ഹരിയാന സർക്കാർ അവിടെ ഈ വെള്ളം തുറന്നുവിടുന്ന ബാരേജുകൾ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം അടച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അതിഷി മെർലേന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതായത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് വെള്ളത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നതെന്നും കൃത്യമായി വെള്ളം ദില്ലിക്ക് നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഇതിലൊരു പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനുശേഷമാണ് ദില്ലി സർക്കാർ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടിക്കൊണ്ട് കത്തയച്ചത്. പക്ഷേ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മാത്രമല്ല അത് ദില്ലി സർക്കാരിന് കെടുകാര്യസ്ഥയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. BJP ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ പ്രതിഷേധം നടത്തുകയും ഇവിടെ ജല ബോർഡുകളടക്കം തന്നെയും അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് സമരം നടത്തുന്നു. കൃത്യമായ രാഷ്ട്രീയം അതിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ദില്ലി സർക്കാരിനെതിരായി ജനങ്ങളെ തിരിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയമായ അജണ്ട തന്നെയാണ് ഈ കുടിവെള്ള പ്രശ്നത്തിലൂടെ BJP കാണുന്നത്. അതായത് സ്വാഭാവികമായും കുടിവെള്ളം കിട്ടാൻ വരുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ പഴിചാരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് തന്നെയാണ് BJPയും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത്. ആ രീതിക്ക് ദില്ലിയെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ജീവിക്കുന്ന സംസ്ഥാനത്ത് തന്നെ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ തെരുവുകളിൽ പരസ്പരം പോരടിക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഒരു ടാങ്കർ ലോറി എത്തുമ്പോൾ നമുക്കറിയാം, ഒരു ടാങ്കർ ലോറി എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ കൂട്ടത്തോടെ എത്തുകയും പരസ്പരം വെള്ളത്തിന് വേണ്ടി അടികൂടുകയും ഒരു വലിയൊരു യുദ്ധം തന്നെയാണ് പിന്നീട് അവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലേക്ക് ദില്ലിയിലെ തെരുവോരങ്ങളും ജനങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കൊടും ചൂടാണ്, 50 ഡിഗ്രിക്ക് മുകളിലാണ് ദില്ലിയിലെ ചൂട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണവും കടുത്ത പനിയും എല്ലാം തന്നെയും ജനങ്ങൾ ശാരീരികമായി അസ്വസ്ഥത അനുഭവിക്കുന്നു. ആ ഒരു സമയത്താണ് ഈ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ രാഷ്ട്രീയമായി BJP കടന്നു. ഇതുവരെയും യാതൊരു നടപടിയും ദില്ലി സർക്കാരിന് വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിരാഹാര സമരത്തിലേക്ക് ദില്ലിയിലെ ജലമന്ത്രിക്ക് പോകേണ്ടി വന്നത്. എന്തായാലും ഇപ്പോഴും വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് സിബി. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം വരുമ്പോൾ കേന്ദ്ര സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ കാണുന്നു. ഈ കൊടും ചൂട് 50 ഡിഗ്രിയൊക്കെ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനത്ത് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. അവിടെ ഒരു ടാങ്കർ ലോറി എത്തുമ്പോൾ അതിന്
ചുറ്റും ആളുകൾ അടിയാണ് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്, രാജ്യ തലസ്ഥാനത്താണ് ഇത് നടക്കുന്നതെന്ന് നമ്മൾ ഓർമ്മ വേണം. ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ സാധാരണക്കാരായ മനുഷ്യർ നെട്ടോട്ടം ഓടുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തു ചെയ്യുന്നുവെന്ന ചോദ്യം. അവിടെ ദില്ലി ഭരിക്കുന്ന മന്ത്രിക്ക് അവിടെ നിരാഹാരം കിടക്കേണ്ടി വരുന്നു, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ കുടിവെള്ള ഓഫീസ് അടിച്ചു തകർക്കുന്നു ബി ജെ പി പ്രവർത്തകർ. ആ രീതിയിൽ രാഷ്ട്രീയം മാത്രമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സംസ്ഥാനങ്ങൾ തമ്മിൽ പോലുള്ള ബന്ധം പോലും ദുർബലമാകുന്നൊരു സാഹചര്യം എൻ ഡി എ സർക്കാരിൻ്റെ കീഴിൽ കാണാൻ കഴിയുന്നുവെന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.